ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത് നമ്മൾക്ക് കിണ്ണത്തപ്പം പോലെ കഴിക്കാം, അല്ലെങ്കിൽ ഹൽവ പോലെ കഴിക്കാം. നമ്മളിത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ബാക്കി വരുന്ന ഒന്നാണ് ചോറ്. അപ്പം ചോറ് വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. ചോറ് വെച്ചുണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും അതേപോലത്തെ ഒരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കി ഉടനെ തന്നെ അത് തീരുകയും ചെയ്യും. അത്രയും ടേസ്റ്റിയാണിത്. നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവർ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇതുണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമേ തന്നെ ഇത് സെറ്റാക്കി വെക്കാനുള്ള പാത്രം ഒന്ന് ശരിയാക്കിയെടുക്കാം. കാരണം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പാത്രം പിന്നെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ആദ്യമേ തന്നെ പാത്രം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഏത് തരം പാത്രമായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതേപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും നെയ്യാക്കുക. എന്നിട്ട് കുറച്ച് വെളുത്ത എള്ളും കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി എടുത്താൽ മതി. തരിയില്ലാത്ത പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. അരിപ്പൊടി നമ്മൾ കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുത്താലും നമ്മളത് എടുക്കുമ്പം ഒന്നും കൂടെ ഒന്ന് കലക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ അടിയിൽ കുറച്ച് കട്ടയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇതേപോലെ കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുത്തിട്ട് നമ്മൾക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിത് ഒഴിക്കാനെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഉരുക്കാനായിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിവിടെ നന്നായി തീ കുറച്ച് വെക്കുക. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറെടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറ് ഏതായാലും കുഴപ്പമില്ല, മട്ട റൈസ് ആയാലും കുഴപ്പമില്ല. 2 കപ്പ് ചോറെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഉണ്ടാക്കുമ്പം ഒരു മീഡിയം സൈസിലുള്ള പ്ലേറ്റിലേക്കുള്ള കിണ്ണത്തപ്പേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചോറും കൂട്ടിയെടുക്കുക. ഇനി 3 ഏലക്കയുടെ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ അരച്ചെടുക്കണം. ശർക്കര നമ്മൾ ചെറിയ തീയിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അരച്ച് വരുമ്പോഴത്തേക്കും ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിനകത്തോട്ടൊന്ന് ഇരുമ്പിൻ്റെ അരിപ്പയിൽ കൂടെ അരിച്ചൊഴിക്കുക. ചൂടുള്ളത് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ അരിപ്പയാണ് സേഫ് ആയിട്ടുള്ളത്. പ്ലാസ്റ്റിക് അരിപ്പ നമ്മൾ യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചോറ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇത് കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് നമ്മൾ കലക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരിപ്പൊടി കലക്കി വെച്ചാലും അതിൻ്റെ അടിയിൽ കട്ടിയായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഞാനിപ്പം ഇവിടെ അരിപ്പൊടി മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചോറ് ഒഴിച്ചത് കൊണ്ട് ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുപ്പത്തോട്ട് വെക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി കിട്ടും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അടിയിലൊക്കെ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതിവിടെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്നുണ്ട്. ഞാനിത് ഇളക്കുന്നത് കൊണ്ടാണ് തിളയ്ക്കുന്നത് കാണാത്തത്. കുറച്ച് നേരം കൂടെ ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചൊന്ന് കുറച്ച് വെക്കണം. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഇനി ഇത് നമ്മൾ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്ര പെട്ടെന്ന് ഇത് അടിയിൽ കട്ട പിടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തീ കുറച്ച് വയ്ക്കുക. കുറച്ച് കഴിയുമ്പം ഇത് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. ഒരുപാട് ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ല മണമായിരിക്കും വരുന്നത്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. തീ നല്ലപോലെ കുറച്ച് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുന്തിരിയും നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിട്ട് കൊടുത്ത ബട്ടർ നല്ലപോലെ ഉരുകി വന്നതിന് ശേഷം മാത്രം നട്ട്സും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതമാണ് നട്ട്സും മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഈ സമയത്തൊക്കെ നമ്മൾ നേരത്തെ തീ കുറച്ച് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾക്ക് കാരമലൈസ് ചെയ്ത നട്ട്സും മുന്തിരിയൊക്കെ കൂടെ ആ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്.
ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഈ സമയത്ത് വരുന്നത്. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് വരും. നല്ലപോലെ മുരിഞ്ഞ രീതിയിൽ വരും. അപ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് പാകം വരുന്നത്. ഇപ്പോഴും ഇതായിട്ടില്ല. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിരിക്കും കിട്ടുന്നത്. ഇതിപ്പം നമ്മൾക്ക് ഒരു പ്ലേറ്റിനകത്തേക്കുള്ളതേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് ചോറെടുത്താൽ മതി. ശർക്കരയും അതനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇപ്പം നമ്മളുടെ കിണ്ണത്തപ്പം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അടിഭാഗം കാണാം മുരിഞ്ഞു വരുന്നതായിട്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ആ സമയമാകുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇടാനുള്ള പാത്രമൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നേരെ ഇത് പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞു വരാനുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതുപോലത്തെ ശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഇത് തിരിച്ചിടുമ്പം അടിഭാഗം കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇത് മുരിഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അത്രയും ടേസ്റ്റിയാണിത്. അതേപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നതും. ഇനി ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് വീഴുന്നത് കണ്ടാലറിയാം നമ്മൾ കറക്റ്റ് പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത് കഴിയുമ്പം കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ച് തണുപ്പിച്ചാൽ മതി. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് തേച്ച് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നെയ്യ് തേച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. സ്പൂൺ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആകെ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് നമ്മൾക്ക് വെളുത്ത എള്ള് വെതറി കൊടുക്കണം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. 2-3 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോഴായിരിക്കും ഇത് കറക്റ്റായിട്ട് തണുത്ത് കിട്ടുന്നത്. ഞാനിവിടെ 3 മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഏതാണ്ട് 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതൊന്ന് തിരിച്ചിടുന്നുണ്ട്. ഇത് പ്ലേറ്റിനകത്തൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈഡ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും ഇത് ഹൽവ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഉള്ളിലൊക്കെ നല്ല ടെക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മൾ കറക്റ്റ് പാകമായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. മുരിഞ്ഞു വരുന്ന ആ ശബ്ദം വരുമ്പോൾ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ പലഹാരം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്